ചെയ്താ ഇതൊക്കെ ഞാൻ കൊണ്ടുവച്ച പൂക്കള് മാത്രം ഉണ്ട്. ഒരൊറ്റ ഒന്നും നിങ്ങളാരും ചെയ്തിട്ടില്ല. എന്തിനാ നിങ്ങളൊക്കെ പറയുന്നത്? എന്തിനാണെച്ചാ വേറെ വെക്കണത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഉരുത്തം കെട്ടോട്ടേന്ന് നിങ്ങള്. അല്ല, അച്ഛനെ തന്നെ ഞങ്ങൾ ഒരു കണക്കിനാണ് നോക്കണത്. പിന്നെ ഇനി പൂക്കളും കൂടി നോക്കണ ഞങ്ങ. ഞാൻ ഒരൊറ്റ ഒന്നാണ് തന്നിട്ടില്ല. നടക്ക് 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 നടക്ക്. മതി മതി, എവിടെയൊന്നും മാറ്റണ്ട. ഹൗ വയ്യടേ. വയ്യാണ്ടൊക്കെ ആവും. ഇല്ല 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 ഇല്ല. എടാ, എനിക്ക് 19 വയസ്സായി. എന്നെ നോക്കാപ്പ നീയുണ്ട്. നിന്നെ നോക്കാൻ ആരുണ്ടാവും? ആയിരിക്കണ സാധനം എന്നെ നോക്കുന്ന അച്ഛന് തോന്നണ്ടാ? എനിക്ക് തോന്നണ്ട. നോക്കില്ല. നോക്കാൻ ആദ്യം അവൻ തല നിന്നൊന്ന് പൊക്കിയിട്ട് വേണ്ടേ? ഇപ്പൊക്കെ ഞാൻ അവനെ വിളിച്ചെന്നെ ഒന്ന് നോക്കാൻ പറഞ്ഞാൽ തന്നെ ഞാൻ ആരാണെന്ന് ചോദിക്കും അവൻ. ഒരു കല്ലെടുത്ത് ഒരു കല്ലെടുക്ക്. എന്തിനാണത്? ഒരൊറ്റ കയറാണ്ട് കൊടുക്ക് അവനെ, അവന്റെ തലക്ക്. അവിടുന്ന് എണീറ്റിട്ട് വേറെ ഭാഗത്തേക്ക് ഇരിക്കും. ഇല്ലെങ്കിൽ എന്താ അറിയോ, വേറെ ഇറങ്ങി പോകും, കുലിക്കെടുക്കേണ്ടി വരും. എനിക്കിപ്പോ എപ്പോഴും തോന്നിയേക്കണാണ് എന്റെ ഇരിപ്പ് കണ്ടിട്ട്. എന്നോടൊക്കെ എന്തോരം പറഞ്ഞിട്ടുണ്ടാണ്. നിങ്ങൾ കടന്നു നോക്കട്ടെ. ഒന്ന് കടന്നു നോക്കിയേ, ചാടി നോക്കിയേ. ഞാൻ അതെടുത്തൊരു ചാട്ടാണ്ട് ചാടും. ചാടിയിട്ട് തണ്ടല് പൊട്ടിയിട്ടേ കട്ടില് കടന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ കടന്ന് തൂറും. ഈ ക്വാറന്റീൻ നീ പണ്ടേ എങ്ങാടി അച്ഛൻ ചാടാൻ പോണു. ഒന്ന് കാണാ. നീ വെള്ളം കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോ എവിടെ പോയാണ്? ഒന്ന് പിടിച്ചാ അച്ഛൻ. ഞാൻ ചാടാ, എനിക്ക് കയ്യിലിരിപ്പാവും. പിടിക്കില്ലേ ഇവരെ? പിടിക്കില്ല. പിടിക്കണില്ലേ? എന്നെ വീഴ്ത്തുള്ള പരിപാടിയാണ്. കാലിലൊക്കെ ഇത്രയൊക്കെ പൊക്കണെന്തിനാ? സർക്കസാ. അങ്ങനെ മനസ്സിൽ നമ്മൾ കുറച്ച് മതി എന്ന് വിചാരിക്കും. പക്ഷെ കയ്യും കാലും ഇതിനനുസരിച്ച് പോകണ്ടേ. ഇത്തിരി വെള്ളം കുടിച്ചോ? വെള്ളം കുടിച്ചോ? എപ്പ പറഞ്ഞാണ്? അമ്പോന്നോ അല്ലെങ്കിൽ കഥ പറഞ്ഞ നടക്കാനാണ്. വേറെ പൂക്കളും കണ്ട് എന്നെ കുറെ ചീത്തം പറഞ്ഞല്ല. അടുത്താണ് ഡോക്ടറെ അടുത്ത് പോകുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കും. ശ്വാസം വിട്ട് കുടിച്ചാ മതി. മതിയാ? മതി മതി മതി. എന്താ പറയാ ഡോക്ടറോട്? അച്ഛൻ നടന്നില്ലാന്ന് പറയും. നടന്നില്ലാന്ന് പറയും. അതെ, എന്നല്ല നിങ്ങൾ നടത്തിക്കണ്ടേ. ഞാനിപ്പോ നടന്ന അത്ര നടക്കില്ല. അതാ ആ ഗുരുത്തം കേട്ടോനെ. വേറെ അച്ഛനെ ഊരിടല്ലേട്ടാ. അവന്റെ അസുഖം വിളിച്ചെടുത്തണ്ട. അവന്റെ ചെവി പോയിട്ട് കൂവി അവനെ എണീക്കൂല. അവന്റെ തിരികെ വെച്ചേക്കാണ് രണ്ട് ചെവി. അതാണ് ഞാൻ പറയണ. ആ കുന്ത്രാന്റെ അടുത്ത് വല്ല കുളത്തിലും കളയാൻ. കുളത്തിൽ കളയാൻ അവനോടൊന്ന് മാറ്റി വെക്കണം പറഞ്ഞു നോക്കിയാ. നീ രണ്ടെണ്ണത്തിനും കിട്ടുന്റെ അടുത്ത് എനിക്കറിയാൻ പറ്റാതല്ല. നേരം വെളുക്കുമ്പോ തൊട്ട് ഇത് എന്താണ് ഇവൻ തോണ്ടിക്കൊണ്ടിരിക്കണേ? രണ്ടാളിലെ ചോദിച്ചൂടെ? ചോദിക്കണുണ്ട് അച്ഛൻ. അപ്പോഴും മിണ്ടണില്ലല്ലോ. ഇതിൽ തന്നെ നോക്കിയിരിക്കല്ലേ. ഇല്ലെങ്കിൽ അതെടുത്ത് അടുപ്പിലിട്. അവന് തിന്നാൻ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അത് വേണം രാവിലെ തൊട്ട്. അങ്ങനെ പിടിച്ചോ. പതുക്കെ. മടിയാണേ അച്ഛന്, മടിയാണേ. അല്ലല്ല. നാടും ഉമ്മർത്താ വന്ന് കിടക്കണ്. എന്റെ നടുത്തണ്ടല് നോക്കി ഒറ്റ ചവിട്ടാണ് കൊടുക്ക്. എന്താച്ചാ അച്ചാച്ചൻ കേറി പറഞ്ഞില്ലേ നീ? നീ ഇത് ഇങ്ങനെ വിലങ്ങനെ അങ്ങോട്ട് കിടന്നാലും എങ്ങനെയാണ്? എനിക്ക് അവിടെ നിന്ന് കണ്ട അപ്പോഴും അവിടെ കിടന്ന് നിരങ്ങണല്ലാതെ എണീക്കണ്ടെന്ന് നോക്കിയാ. എന്താണ് ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ശല്യം? ഞാൻ എന്റെ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കല്ലേ. എടാ, നീ ജോലിക്ക് പോകണതും അല്ലെങ്കിൽ പോയില്ല എന്നൊന്നല്ല ഇവിടെ പറയണത്. ഞങ്ങൾ ഇത്രയും പേര് ഈ വീട്ടിലുണ്ട്. നീ നിന്റെ എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങളോട് പറയാ, അല്ലെങ്കിൽ ഞങ്ങളുടെ എന്തെങ്കിലും ഒരു വിശേഷം നീ ചോദിക്കാറുണ്ടാ? ഇവിടെ ഉള്ള ആളുകളല്ലേ, ഞാൻ എന്ത് ചോദിക്കാനാണ് ഇവിടെ? അതെ അതെ അതെ, നിന്റെ പെങ്ങള് പ്രസവിച്ചു, അറിഞ്ഞോ? ഞാൻ അറിഞ്ഞു. ഇത് ഫേസ്ബുക്കിലുണ്ടായില്ല, ഞാൻ ലൈക്ക് കൊടുത്തല്ലോ. കൊടുക്കാനാണെന്നാ അടി, കൊടുക്കാനാണെന്നാ വടി. അവ കൊടുക്കാനല്ലേ. നിങ്ങൾക്ക് ഇപ്പൊ എന്താണ്? നിങ്ങൾ അകത്തോട്ട് കയറിപ്പോയി സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കട്ടെ. ഇതിൽ ഒരുപാട് ആളുകളുണ്ട്, ഞാൻ അവരോട് സംസാരിച്ചോണ്ടിരിക്കുന്നു.
എന്നിട്ട് അവരോട് നിങ്ങളോട് സംസാരിക്കാൻ എന്തെന്താ സംസാരിക്കാനുള്ളത്? മോറ് കണ്ടേച്ചാൽ അതാണ് പറയണത്. നിനക്കൊന്നും ഞങ്ങളോടൊന്നും സംസാരിക്കാനില്ല. നീ വീട്ടിലല്ല താമസിക്കണത്, നീ വേറെ ലോകത്തിന്റെ ഏതോ അറ്റത്താണ്. ഞാൻ ഇന്നലെ ചാർജർ കാണാനായിട്ട് അമ്മനോട് ചോദിച്ചല്ല, ചാർജർ എന്ത് ചെയ്തു? മിണ്ടരുത് വിടാ. ആരാത്? ആ ഇത് നമ്മുടെ അത് ആ മന്മഥൻ എന്ന് പറഞ്ഞ ഒരു കൊറിയർ ഉണ്ടേ ഇവിടുത്തെ പ്യാരിജാതൻ സാറിന്. ഒന്ന് മാറി ആളെ കാണണ്ടേത്. ഞാൻ വീഴല്ലേ വീഴല്ലേ. ഞാൻ ഒരു ഫോൺ ബുക്ക് ചെയ്തിട്ടുണ്ടായിച്ച അത് വന്നതാണ്. ആ നന്നായിടാ മേടിച്ചോ. നമസ്കാരം മാഷെ. നമസ്കാരം നമസ്കാരം. അച്ഛന് മനസ്സിലായ ആളെ മനസ്സിലായ? പോസ്റ്റ് മാഷിന്റെ ബാഹുലയൻ മാഷിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു അച്ഛൻ. മാഷ് 25 തല്ല് ഒറ്റ സ്റ്റെപ്പിന് തല്ലിയിട്ടുണ്ട്. എന്നിട്ട് ക്ലാസ്സിൽ പുറത്താക്കി അച്ഛൻ നിക്കറി കൂടെ മൂത്രം ഒഴിച്ചെന്നൊക്കെ കഥ പറയാറുണ്ട്. ബാഹുലേന്റെ മകന് എടാ നീ ശമ്പളം കിട്ടുന്ന മുഴുവൻ ഈ സാധനം മേടിച്ച് തീർക്കണ. എന്റെ GB കുറവാണ്. ഇതിനകത്ത് GB ഉണ്ടാ? GB ഞാനങ്ങോട്ട് ശരിയാണോ മാഷെ? ആ ഇങ്ങോട്ട് മാറി നിൽക്കുന്നേ ഇങ്ങോട്ട്. ഇനി നിനക്ക് എന്തിനാണ് ഈ ഫോൺ ഒരെണ്ണം കയ്യിലുണ്ടല്ലോ? എടാ ഈ ഫോൺ എന്താ ഇതെന്തിനാ? അച്ഛാ ഇതിലിപ്പോ മെമ്മറി കാർഡ് ഫുള്ളായി. ഇത് അച്ഛനെടുത്തോ, ഞാനത് ശരിയാക്കി തരാം. ഞാൻ എടുത്തിട്ട് എന്ത് ചെയ്യാനാണ്? അല്ല അച്ഛൻ ഉപയോഗിച്ചോ, ഇപ്പൊ അതൊക്കെ വേണം. ഞാൻ അതെ റെഡിയാക്കി തരാം. അച്ഛന്റെ സിമ്മയിൽ ഇട്ടിട്ട് തരാം. എനിക്ക് ഇനി ഇത് മതി. അത് കയ്യിൽ വെച്ചോ, അല്ലെങ്കിൽ രണ്ടും കൂടെ മോൻ കയ്യിൽ പിടിച്ചോണ്ടിരിക്കും 24 എന്ത് ചെയ്യാനാണ്? അത് എവിടെയെങ്കിലും കൊണ്ട് കളയെങ്കിലും ചെയ്യാല. അങ്ങനെങ്കിലും അവന് ഒരെണ്ണല്ലേ പിടിക്കുള്ളൂ കയ്യില്. അച്ഛാ ഇത് ഫോൺ വിളിക്കാൻ മാത്രമല്ല, ഇതിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഞാൻ എല്ലാ അച്ഛനെ പഠിപ്പിച്ചു തരാം. ഇതൊന്ന് ചാർജ് ചെയ്തേ. 12 മണിക്കൂർ. ശരി. തിരക്കില്ലല്ലോ? ഇല്ല എന്ത് ഇത് ഞാനേ ആ ഇതിലൊരു ഒരു സംശയം തീർക്കാൻ. എന്താണ്? ഈ നമ്മള് ഫോട്ടോ ഒക്കെ എടുക്കില്ലേ, നമ്മുടെ ഫോട്ടോ സെൽഫി. എന്നിട്ട് നമ്മുടെ ചുളിവൊന്നും ഇല്ലാത്ത മോക്കുരു ഒക്കെ കളഞ്ഞിട്ടുള്ള അതല്ല അച്ഛാ, അത് എന്ന് പറഞ്ഞാല് നമ്മൾ സാധാരണ ക്യാമറ എടുക്കരുത്. ഇത് കണ്ട ഈ ആപ്പ് എടുത്തിട്ട് നോക്കിയേ കണ്ടാ, ചുണ്ടൊക്കെ ചോന്ന് അടിച്ചു കഴിഞ്ഞാ അത് വരും. അപ്പൊ അത് മനസ്സിലായ? അത് മനസ്സിലായി. അതെ ഞാൻ മോളുടെ വീട്ടിൽ പോയാണ്. ഒരു സാധനം നോക്കിയേ. അത് കൊള്ളാല്ലേ? ഞാനിത് അങ്ങാണ്ട് അയച്ചു തരാം. എന്ത്? ഞാൻ മോളുടെ വീട്ടിൽ പോയേണെന്ന്. മോളുടെ വീട്ടിൽ പോകണോ? പോവേണെന്നല്ല, പോയി വന്നേണ്. നീ കാലത്ത് പോയല്ല. അത് ശരിയാണല്ലോ, കാലത്ത് പോയല്ല. എന്നിട്ട് എന്തായി? എന്നിട്ട് ഒന്നുമില്ല, അവിടെ എല്ലാവർക്കും സുഖമൊക്കെയാണ്. ശരിയാടാ. നോക്കി പിന്നെ മരുമോ തന്നേണ്. പിടിക്കങ്ങോട്ട്. ഇതെന്താണ്? മൊബൈലാ? എടാ പ്യാരി, പ്യാരി അമ്മക്കൊരു മൊബൈൽ കിട്ടിയിരുന്നു. ഇതാ എവിടെന്നാണ്? മരുമോ തന്നേണ്. അളിയനാ? നീ ഒന്നും മേടിച്ചു തരൂലല്ലോ. അതെ ഇതിലൊരു സിം മേടിച്ചിട്ടിട്ട് ഞാനത് ക്ലിയർ ചെയ്ത് തരാമോ, ഉപയോഗിച്ചോ? എനിക്കൊന്നും അറിയാൻ പാടില്ല ഇതൊന്നും. ഞാൻ പഠിപ്പിച്ചു കൊടുത്തോളാം. അതെ അച്ഛനിപ്പൊ പുലിയായല്ലോ. അതെ അമ്മ കൂടി ആയിക്കഴിഞ്ഞാൽ ഞാനൊരു ഗ്രൂപ്പ് തുടങ്ങാം നമ്മുടെ ഫാമിലിയുടെ. ഇപ്പൊ അമ്മക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ അതിൽ ടൈപ്പ് ചെയ്തിട്ടാ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കാണാൻ പറ്റും. ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും കാണാൻ പറ്റും. ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാ പോലെ. എന്തിനാണ് നീ ഇപ്പൊ ഇവിടുന്ന് പുറത്തേക്ക് പോണി? അവിടുന്ന് ഉച്ചത്തിൽ വിളിച്ചു. ലോകത്ത് എവിടെ നിന്നാലും നമുക്കത് വായിക്കാം. എവിടെ നിന്നാലും കിട്ടൂലേ?
എനിക്കെന്നറിയാൻ പാടുള്ളത്. ഞാൻ സെറ്റ് ചെയ്ത് തരാം അച്ഛാ. ഈ ഡ്രസ്സൊക്കെ മാറി ഞാൻ പഠിപ്പിച്ചു തരാം. ഒരു സിം മേടിക്കണ വൈകിട്ട്. ഈ മൊബൈൽ ഫോണേ നമ്മളെ ദുനിയാവിൽ എന്തൊക്കെ ഇടങ്ങാറ ഉണ്ടാക്കണമെന്ന് അറിയും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, മൊബൈൽ ഫോൺ ഇല്ലാത്ത ആൾക്കാരുണ്ട് ഇപ്പൊ ദുനിയാവില്? അപ്പൊ നമ്മളെ നാട്ടിൽ നമ്മൾ നാലാളേക്ക് ഇത് ഉപയോഗിക്കാം അല്ലേ ഉണ്ണിസ്വാമി? ശരിയല്ലേ? ബാക്കി എല്ലാവരുടെ കൈമലും മൊബൈലാ. ഇപ്പൊ എന്റെ മോളെ കുട്ടി, മോള് 2.5 വയസ്സുള്ള കുട്ടിക്ക് ഇവക്ക് മൊബൈൽ ഇല്ലാണ്ട് ഒരു കാര്യം നടക്കൂല. ചോറ് തിന്നണമെങ്കിൽ മൊബൈൽ വേണം, പല്ല് തേക്കണമെങ്കിൽ മൊബൈൽ വേണം, കിടന്നുറങ്ങണമെങ്കിൽ മൊബൈൽ, എന്തിന് അപ്പിടണമെങ്കിൽ വരെ മൊബൈൽ കൈമല് വേണം. ഈ കുട്ടിക്ക് മൊബൈൽ കൊടുക്കാൻ പാടില്ല. റേഡിയേഷൻ എന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് കയറുന്ന പറയുന്നത്. നേരാണ്. നമ്മളെ തുണിക്കടക്കാരൻ മമ്മാസില്ലേ, മമ്മാസിന്റെ മോളുടെ കുട്ടിക്ക് ഈ ഇത് കേറി റേഡിയേഷൻ, എന്നിട്ട് മൊയ്ലാരെ കൊണ്ടുവന്ന് എന്നിട്ട് മാറ്റി ഒളിപ്പിച്ച് നിൽക്കുന്നത്. റേഡിയേഷൻ മൊയിലാരും ബാധ്യ വെപ്പിക്കുക. ഈ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ വിചാരിച്ചു നിങ്ങള്? എന്താന്ന് ചോദിച്ചാൽ ബാധയുടെ ഇംഗ്ലീഷ് അല്ലേ? ഇംഗ്ലീഷ് അല്ല റേഡിയസ്. റേഡിയസ് എന്ന് പറഞ്ഞാല് ഈ മൊബൈൽ ഫോൺ കൂടുതൽ കൈമൽ വെക്കുന്ന ആൾക്കാർക്ക് ഓരോ ശരീരത്തിലേക്ക് കയറുന്ന ഒരു സാധനമാണ് അല്ലേ സ്വാമി? അതാണ് വികിരണം. ഈ റേഡിയേഷൻ നമ്മുടെ നാടിനെ മലീമസപ്പെടുത്തുന്നത്. എല്ലാം പോട്ട് നിങ്ങളെ കഴിഞ്ഞ ഓണത്തിന് ഒരു തുമ്പിനെ കണ്ടില്ല. തുമ്പിയോ? തുമ്പി നിങ്ങളുണ്ടിരുന്നു? ഇല്ലല്ല, നിങ്ങളുണ്ടിരുന്നു? ഒരു പൂമ്പാറ്റിനെ കണ്ടില്ല. ഇല്ല. കാണൂരില്ലോ. എന്താ കാരണം? ഈ റേഡിയേഷൻ ആണ്. ആണോ? സർവ്വം നശിക്കും, ഒരൊറ്റ സാധനം ഉണ്ടാവില്ല. അല്ല ഉണ്ണിസ്വാമി, ഈ റേഡിയേഷൻ കാരണം കൊതുക് ചാവൂല? ഒരിക്കലും ചാവൂല. മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഒരു സാധനവും റേഡിയേഷനിൽ ചാവൂല. ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ നല്ല ആയുസാണല്ലോ അല്ലേ? അപ്പൊ ഒന്ന് റോഡ് മുറിച്ച് ആരാ വരുന്ന നോക്കി.